ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണോ? ഞങ്ങൾ സുഖമായിട്ടൊക്കെ പോകണം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഇന്ന് രാവിലെ തന്നെ വീഡിയോ എടുത്ത് തുടങ്ങണം എന്ന് വിചാരിച്ചതാണ്. അപ്പോഴേക്കും ജെൽബി മോളിട്ട ക്ഷീരക്കേട് കാരണം കരച്ചിലും ബഹളവും തട്ടിനിൽപ്പായിപ്പോയി. രാവിലത്തെ ചായ കൂടിയൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്ന് വിചാരിച്ചതാണ്, ഒന്നും നടന്നില്ല. ഇപ്പം സമയം ഏകദേശം 10:30-11 മണിയൊക്കെ ആയിട്ടുണ്ട്. വീട്ടിലുണ്ടായി എന്തൊക്കെയോ ഫ്രൂട്ട് എടുത്തിട്ട് ഞാൻ ഇവർക്ക് അരിഞ്ഞു കൊടുക്കുവാണ്. എന്തൊക്കെയോ എല്ലാം മാങ്ങയും പിന്നെ തലേന്ന് രാത്രി വീട്ടിൽ നിന്ന് ചക്ക പഴുത്തത് കൊണ്ടുത്തന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ എടുത്തിട്ട് അരിഞ്ഞു കൊടുക്കുവാണ്. ഈ ഒരു ഫ്രൂട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഇവിടെ ഇത് ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നത്. പക്ഷേ ഇതിന് മുന്നേ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു 2 അതിൻ്റെ കുരു ഞാൻ എടുത്തിട്ട് ചട്ടിക്കൊണ്ട് ഇട്ടിട്ട് തൈ മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് അപ്പാടെ ഉണങ്ങിപ്പോയി, മറ്റേത് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഞാൻ അതിന് അത്രയും കെയർ ചെയ്തിട്ടാണ് നോക്കുന്നത്. എങ്ങനെയെങ്കിലും അതിനെ വളർത്തിയെടുക്കണം എന്ന ഉദ്ദേശത്തോടെ അതിനത്രയും ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഇവർക്ക് വേണ്ടത് ഫ്രൂട്ടൊക്കെ അരിഞ്ഞെടുത്ത് പിന്നെ അതിലൊരു പഴം വെച്ചിട്ടുണ്ടേ. ആ പഴത്തിനൊരു പിന്നിലൊരു ചെറിയൊരു അധ്വാനത്തിൻ്റെ ഒരു സ്റ്റോറി ഉണ്ട്. ഞാനൊരു 7-8 ക്ലാസ് പഠിക്കുന്ന സമയത്ത് പഞ്ചായത്തിൽ നിന്ന് തൈ കിട്ടിയിട്ട് ഈ കന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഒരു 5 കന്ന് കിട്ടിയതിൽ ഞാൻ 5 നട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലൊന്ന് മാത്രം പോയി ബാക്കി 4 ഉഷാറായിട്ടൊക്കെ വളർന്ന് ഒരുപാട് പിന്നെ നമ്മൾ കൊലയൊക്കെ കൊത്തി. പിന്നെ വേനൽ വരുമ്പോഴൊക്കെ അത് ഒരു ഉഷാറ് കുറയും. പിന്നെ മഴ വരുന്ന സമയത്ത് ആദ്യം ഇത് നല്ല കുട്ടികളൊക്കെ ഉണ്ടാവും. അങ്ങനെ കൊല്ലക്രമേണ അങ്ങനെ പോയി. ഇപ്പോൾ ഇതാ എൻ്റെ മക്കളും വളർന്നു വന്ന് അതിൻ്റെ അകത്തുനിന്ന് ആദ്യം കൊല കൊത്താനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടായി. അപ്പോൾ അമ്മ അത് കൊത്തിയിട്ട് കൊടുത്തു വിട്ടതാണ്. ഞാൻ ജോനിയുടെ അടുത്ത് ഈ ഒരു സ്റ്റോറി പറഞ്ഞപ്പോൾ ഓള് ചിരിച്ചുകൊണ്ട് എന്നെ നോക്കി. അപ്പോൾ നമ്മൾ ആ പരിപാടി ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഒന്ന് മുടികെട്ടി സെറ്റാവുകയാണ്. അപ്പോൾ ഇന്ന് സ്കൂളില്ലാത്ത ദിവസമായതുകൊണ്ട് പിന്നെ ജോനിക്ക് പിന്നെ വേറെ പരിപാടി കാര്യമായിട്ടൊന്നുമില്ല. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു ടൈം പോയത്. പിന്നെ എല്ലാവരും വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത പണിക്ക് ഞാൻ നോക്കി അവരവിടെ കളിക്കുന്നുണ്ട്. ഞാനിവിടുന്ന് എൻ്റെ പണി ആരംഭിച്ചിട്ടുണ്ട്.